എല്ലാവർക്കും നമസ്കാരം. GNM നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ് BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ കേരളത്തിൽ 2026 അക്കാഡമിക് വർഷത്തേക്കുള്ള പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾ GNM കഴിഞ്ഞ് BSc നഴ്സിംഗ് ഡിഗ്രി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ GNM കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. പോസ്റ്റ് BSc നഴ്സിംഗ് എന്നത് 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ രജിസ്റ്റേർഡ് നഴ്സുമാർക്കുള്ള 2 വർഷത്തെ ഒരു നഴ്സിംഗ് പ്രോഗ്രാമാണ്. GNM ഈ കോഴ്സ് 3 വർഷം ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സായാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ പോസ്റ്റ് BSc നഴ്സിംഗ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഡിഗ്രിക്ക് തുല്യമായ യോഗ്യത ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷനും സർക്കാർ ജോലികൾക്കും കൂടാതെ വിദേശ തൊഴിലവസരങ്ങൾക്കും പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സ് വളരെ ഉപകാരപ്പെടുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി മുഖേനയാണ് 2026 പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പ്രവേശനമുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 20 വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് LBS സെൻറ്ററിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.lbscenter.in വഴിയാണ്. LBS വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഈ വർഷം കേരളത്തിൽ 251 പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. സർക്കാർ കോളേജുകളിലും സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലും കൂടാതെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലും ഉള്ള സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് LBS സെൻറ്റർ വഴിയാണ് നടക്കുന്നത്. പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി GNM നഴ്സിംഗ് കോഴ്സ് പൂർത്തിയായിരിക്കണം. രണ്ടാമതായി കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ GNM നഴ്സിംഗ് കോഴ്സ് പഠിച്ചവർ അതാത് സംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷൻ നേടിയിരിക്കണം എന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. കേരളത്തിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതായത് അപേക്ഷകരുടെ യോഗ്യതയും പ്രോസ്പെക്ട്സിലെ മാനദണ്ഡങ്ങളും പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിനുശേഷം ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും നടത്തുന്നതാണ്. അപേക്ഷാ ഫീസ് എത്രയാണ് എന്ന് നോക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിശ്ചിത അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഫീസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുതിയ അപ്ഡേറ്റ്സും അറിയാൻ LBS വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ട് പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കണം എന്ന് നോക്കാം. GNM കഴിഞ്ഞവർക്കും നഴ്സായി ജോലി ലഭിക്കുമെങ്കിലും പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയാൽ BSc നഴ്സിംഗ് ഡിഗ്രിക്ക് തുല്യമായ യോഗ്യത ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ MSc നഴ്സിംഗ്, നേഴ്സ് പ്രാക്ടീഷണർ, MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളിൽ പ്രവേശനം നേടാനും പോസ്റ്റ് BSc കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും മെച്ചപ്പെട്ട ശമ്പളവും കൂടുതൽ തൊഴിൽ സാധ്യതകളും പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് ട്യൂട്ടർ ആകാനും സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഉയർന്ന തസ്തികകളിലേക്ക് അപേക്ഷിക്കാനും പോസ്റ്റ് BSc ഡിഗ്രി ഉള്ളവർക്ക് സാധിക്കുന്നതാണ്. ലോകമെമ്പാടും നഴ്സുമാർക്ക് വലിയ ഡിമാൻഡുള്ള ഈ കാലഘട്ടത്തിൽ നഴ്സിംഗിൽ ഒരു ഡിഗ്രി എപ്പോഴും നിങ്ങളുടെ കരിയറിന് കൂടുതൽ ജോലി അവസരങ്ങളും വേതനം ലഭിക്കാൻ സഹായിക്കും എന്നുറപ്പാണ്. മാത്രമല്ല സൗദി ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ നഴ്സിംഗിൽ ഡിഗ്രി ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അവസാനമായി പറഞ്ഞാൽ GNM കഴിഞ്ഞ് നഴ്സിംഗ് കരിയറിൽ കൂടുതൽ അവസരങ്ങളും മെച്ചപ്പെട്ട വേതനവും ഹയർ എഡ്യൂക്കേഷനും ആഗ്രഹിക്കുന്നവർക്ക് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള LBS വെബ്സൈറ്റിൻ്റെയും നോട്ടിഫിക്കേഷനിൽ ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും GNM പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ കേരളത്തിലെ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ് എന്നിവയുടെ അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനും കൂടാതെ സിംഗപ്പൂർ, മാൾട്ട, ഇസ്രായേൽ, UK, ദുബായ്, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നഴ്സിംഗ് മേഖലയിൽ വരുന്ന ജോലി അവസരങ്ങളുടെ ഇൻഫർമേഷൻ മിസ്സാകാതെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.